കോതമംഗലത്ത് UDF പ്രചാരണത്തിന് തുടക്കമായി. UDF കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തക സംഗമം സംഘടിപ്പിച്ചു. പ്രവർത്തക സംഗമം KPCC മെമ്പർ AG ജോർജ് ഉദ്ഘാടനം ചെയ്തു. നേതാക്കളടക്കം നിരവധി പേർ പങ്കെടുത്തു. കോതമംഗലം നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥി ഷിബു തെക്കുംപുറത്തിന്റെ വിജയത്തിനായി സമയബന്ധിത പ്രവർത്തന ഒരുക്കത്തിനായി UDF കോതമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തക സംഗമം സംഘടിപ്പിച്ചു. പ്രവർത്തക സംഗമം KPCC മെമ്പർ AG ജോർജ് ഉദ്ഘാടനം ചെയ്തു. നിങ്ങളുടെ ബൂത്ത് നോക്കുക, നിങ്ങളുടെ മണ്ഡലം നോക്കുക, അതാണ് ഏറ്റവും പ്രധാനം. എല്ലാ മണ്ഡലങ്ങളിലും ഇതുപോലുള്ള ശക്തമായ ഷെഡ്യൂൾ അനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള വിശ്വാസം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. അതുകൊണ്ട് നിങ്ങളുടെ ആ ഹോം വാർഡും ഹോം ബൂത്തും അതുപോലെ തന്നെയുള്ള സ്ഥലങ്ങളും മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. എല്ലാ സ്ഥലങ്ങളിലും 191 ബൂത്തുകളാണ് നമുക്കുള്ളത്. ഈ 191 ബൂത്തിലും ശക്തമായ രീതിയിലുള്ള കമ്മിറ്റികൾ നമുക്കുണ്ട്. ഘടകകക്ഷികൾക്കും കമ്മിറ്റികളുണ്ട്. ഇതെല്ലാം യോജിച്ചുള്ള പ്രവർത്തനമാണ് നടക്കാനുള്ള ആഹ്വാനമാണ് ഇപ്പോൾ ചെയ്യുന്നത്. ചെയർമാൻ TU കുരുവിള അധ്യക്ഷത വഹിച്ചു. കോതമംഗലം നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥിയും UDF ജില്ലാ കൺവീനറും കൂടിയായ ഷിബു തെക്കുംപുറം മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസ് കോതമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനക്കൽ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. നിയോജകമണ്ഡലം കൺവീനർ ബോബൻ ജേക്കബ്, UDF നേതാക്കളായ EM മൈക്കിൾ, AG ജോർജ്, KP ബാബു, ബാബു എലിയാസ്, അബു മൊയ്തീൻ, MS എൽദോസ്, ഇബ്രാഹിം കവലയിൽ, PK മൊയ്തു, PM സക്കറിയ, AT പൗലോസ്, മാത്യു ജോസഫ്, S രാജശേഖരൻ, ഭാനുമതി രാജു, ജെസ്സി സാജു, പ്രിൻസ് വർക്കി, ബാബു പോൾ, PC ജോർജ്, PAM ബഷീർ, ജോമി തെക്കേക്കര, ആന്റണി പാലക്കുഴി, എൽദോസ് കീച്ചേരി, PK ചന്ദ്രശേഖരൻ നായർ, MK വേണു, പഞ്ചായത്ത് പ്രസിഡന്റുമാർ എന്നിവർ പങ്കെടുത്തു. ഒരു കേഡർ സിസ്റ്റവുമായിട്ട് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന രീതിയിൽ നമുക്ക് കുറെ കൂടി ഇപ്പോൾ നമ്മൾ മിഷൻ 25, 24, 25, 26 എന്നൊക്കെ പറഞ്ഞ് കുറേ പ്രോഗ്രാമുകൾ കഴിഞ്ഞ 2-3 വർഷമായി പാർലമെന്റ് തെരഞ്ഞെടുപ്പ്, ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറേ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. ആ മുന്നൊരുക്ക പ്രവർത്തനങ്ങളൊക്കെ ഇനി അത് ക്രോഡീകരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ അത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം, നമ്മൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് എങ്ങനെ നമുക്ക് റിസൾട്ട് ആക്കാം എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ദിവസങ്ങളിൽ, ഇനിയുള്ള ചുരുങ്ങിയ പരിമിതമായ ദിവസങ്ങളിൽ. അപ്പോൾ നമുക്കിപ്പോൾ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് ഈ നിയോജക മണ്ഡലത്തിലെ കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ബഹുമാനായ കേരള കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന ചെയർമാൻ ശ്രീ PJ ജോസഫ് സാറ് ഏതാനും നിമിഷങ്ങൾ കഴിയുമ്പോൾ പത്രസമ്മേളനത്തിലൂടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. അത് ശ്രീ ഷിബു തെക്കുംപുറമായിരിക്കും കോതമംഗലത്തെ സ്ഥാനാർത്ഥി എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ. സ്വാഭാവികമായിട്ടും ഇന്ന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ കെട്ടുമട്ടും ഒക്കെ മാറുന്ന ഒരു പുതിയ തെരഞ്ഞെടുപ്പ് സിസ്റ്റത്തിലേക്കാണ് നമ്മുടെ പൊതുസമൂഹം, നമ്മുടെ കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം പോകുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞ വോട്ടിന്റെ വ്യത്യാസത്തിൽ കൈവിട്ടുപോയ മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള ഒരുക്കങ്ങളിലാണ് ടീം UDF. ബുധനാഴ്ച വൈകിട്ട് 4 മണിക്ക് റോഡ് ഷോ നടത്തും. UDF സ്ഥാനാർത്ഥിയെ തുറന്ന വാഹനത്തിൽ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി മുനിസിപ്പൽ ജംഗ്ഷനിൽ നിന്നും 100 കണക്കിന് UDF പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും അകമ്പടിയോടുകൂടി ചെറിയ പള്ളി താഴത്തേക്ക് ആനയിക്കും. മണ്ഡലം ബൂത്ത് പ്രവർത്തക യോഗങ്ങൾക്ക് ശേഷം 24-ാം തീയതി ചൊവ്വാഴ്ച വൈകിട്ട് 3 മണിക്ക് കലാ ഓഡിറ്റോറിയത്തിൽ നിയോജകമണ്ഡലം കൺവെൻഷൻ ചേരും. ന്യൂസ് ഡെസ്ക് മീഡിയ 60 കോതമംഗലം.